ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ കന്നഡ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ എടുത്തത് ആൾക്കാർക്ക് നല്ല അഭിപ്രായമുണ്ട്, നല്ല സന്തോഷമായി. എന്തായാലും ഇന്ന് നമുക്ക് വേഗം കണ്ടിന്യൂ ചെയ്യാം. ഈച്ചപ്പൂച്ചൻ്റെ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അന്ന് ഞാൻ പിന്നെ 10 വേർഡാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മീനിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി എടുക്കുക പറയാനുള്ളതാണ്. അന്നത്തെ ആ 10 വേർഡ് എന്തെല്ലാം പറഞ്ഞാൽ വെള്ളം, ചോറ്, കറി, ഉപ്പേരി, ചമ്മന്തി, മീന്, അടുക്കള, അരി, തക്കാളി, ഉള്ളി. ഓക്കെ, ഈ 10 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഓരോരോ ഇതിന് സെന്റൻസ് ചെയ്യാനുള്ളത്. വെള്ളം വേണോ? ഇത് കന്നഡയിൽ പറയുന്നത് നീരു ಬೇಕ, നീരു ಬೇಕ. നല്ല ദാഹിക്കുന്നുണ്ട്. ತುಂಬ ನೀರಡಿಕೆ ಆಗಿದೆ, ತುಂಬ ನೀರಡಿಕೆ ಆಗಿದೆ. ಸೆಕೆಂಡ್ ಒನ್, ചോറ് ഉണ്ടാക്കണം, ചോറ് ഉണ്ടാക്കണം. ಅನ್ನ ಮಾಡಬೇಕು, ಅನ್ನ ಮಾಡಬೇಕು. ഓക്കെ, എനിക്ക് ചോറ് വേണം. നമ്മൾ അങ്ങനെ പറയാറില്ലേ, ചോറ്, എനിക്ക് ചോറ് വേണം. അപ്പോൾ ನನಗೆ ಅನ್ನ ಬೇಕು, ನನಗೆ ಅನ್ನ ಬೇಕು അങ്ങനെ പറയാ. ഇല്ലെങ്കിൽ ನನಗೆ ಊಟ ಬೇಕು അങ്ങനെ പറയാം. ഓക്കെ, ನನಗೆ ಅನ್ನ ಬೇಕು, ನನಗೆ ಊಟ ಬೇಕು. ನೆಕ್ಸ್ಟ್ ಒನ್, ಎಂದಾ ಕರಿ. ಓಕೆ, ಎಂದಾ ಕರಿ. അപ്പോൾ കന്നഡയിൽ ಏನು ಸಾರು, ಏನು ಸಾರು. കറി നല്ല രസമുണ്ട് ഞങ്ങൾ പറയാറില്ലേ. അപ്പോൾ ಸಾರು ತುಂಬ ಚೆನ್ನಾಗಿದೆ, ಸಾರು ತುಂಬ ಚೆನ್ನಾಗಿದೆ. നെക്സ്റ്റ് വൺ, ഉപ്പേരി. ഇന്ന് എന്താണ് ഉപ്പേരി ഉണ്ടാക്കി ഞങ്ങൾ ചോദിക്കില്ലേ. അപ്പോൾ ಇವತ್ತು ಏನು ಪಲ್ಲೆ, ಇವತ್ತು ಏನು ಪಲ್ಲೆ. ഇന്ന് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചില സമയത്ത് പറയും ഇന്ന് ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിനെ പറയുന്നത് ಇವತ್ತು ಪಲ್ಲೆ ಮಾಡಿಲ್ಲ, ಇವತ್ತು ಪಲ್ಲೆ ಏನೂ ಮಾಡಿಲ್ಲ. ಓಕೆ, നെക്സ്റ്റ് വൺ, ചമ്മന്തി. ചമ്മന്തി നല്ല രസമുണ്ട്, ചമ്മന്തി നല്ല രസമുണ്ട് പറയില്ലേ നമ്മളെ. അപ്പോൾ ഇതിന് ಚಟ್ನಿ ತುಂಬ ಚೆನ್ನಾಗಿದೆ, ಚಟ್ನಿ ತುಂಬ ಚೆನ್ನಾಗಿದೆ. എങ്ങനത്തെ ചമ്മന്തി? നമ്മൾ പല വെറൈറ്റി ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിക്കും, പിന്നെ ഇത് എങ്ങനത്തെ ചമ്മന്തി, നല്ല രസമുണ്ടല്ലോ പറയില്ലേ. അപ്പോൾ അങ്ങനെ കന്നഡയിൽ പറയുന്നത് ಇದು ಯಾವ ಚಟ್ನಿ, ಇದು ಯಾವ ಚಟ್ನಿ. ഓക്കെ, നെക്സ്റ്റ് വൺ, മീന്. ഇന്ന് മീൻ പൊരിച്ചതാണോ, ഇന്ന് ഞങ്ങൾക്ക് മീൻ പൊരിച്ചതാണോ, ഇന്ന് മീൻ ഫ്രൈ ആണോ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറല്ലേ. അപ്പോൾ ಇವತ್ತು ಮೀನು ಫ್ರೈ ಮಾಡಿದ್ರಾ, ಇವತ್ತು ಮೀನು ಫ್ರೈ ಮಾಡಿದ್ರಾ. ഓക്കെ, എങ്ങനത്തെ മീന്, എങ്ങനത്തെ മീൻ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ಇವತ್ತು ಯಾವ ಮೀನು, ಇವತ್ತು ಯಾವ ಮೀನು. ഓക്കെ, നെക്സ്റ്റ് വൺ, ഉള്ളി. ഉള്ളിക്ക് നല്ല വിലയുണ്ട്, ഉള്ളിക്ക് നല്ല വിലയാണല്ലേ. അങ്ങനെ പറയാറില്ല നമ്മൾ, കുറേ റേറ്റ് ആകുമ്പോൾ ഉള്ളിക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ കന്നഡയിൽ പറയുന്നത് ഉള്ളാഗಡ್ಡಿಗೆ ತುಂಬ ರೇಟ್ ಇದೆ, ഉള്ളാഗಡ್ಡಿಗೆ ತುಂಬ ರೇಟ್ ಇದೆ. ഇല്ലെങ്കിൽ ഉള്ളാഗಡ್ಡಿಗೆ ತುಂಬ ಬೆಲೆ ಇದೆ. വില, വില, ഇത് രണ്ടും നല്ല മാച്ച് ഉണ്ട്. അവിടെ വേ ആണ്, ഇവിടെ ബേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ടച്ച് ഉണ്ട്, വേഗം പഠിച്ചെടുക്കാം നമുക്ക്. നല്ല വില ആണോ, നല്ല വില ഇതേ അങ്ങനെ. നെക്സ്റ്റ് വൺ, അടുക്കള. അടുക്കളയിൽ ഉണ്ട്, പോയി നോക്ക്. ഞങ്ങൾ ചില സമയത്ത് പറയുമല്ലോ, എന്തെങ്കിലും സാധനം കൊണ്ടുവരാനാണെങ്കിൽ അടുക്കളയിലേ ഉണ്ട്, പോയി നോക്ക് പറയൂലേ. അപ്പോൾ അതേമാതിരി ಅಡಿಗೆ ರೂಮಿನಲ್ಲಿದೆ, ಹೋಗಿ ನೋಡು. ಅಡಿಗೆ ರೂಮಿನಲ್ಲಿದೆ, ಹೋಗಿ ನೋಡು. ഓക്കെ, അടുക്കള കാണാൻ നല്ല ഭംഗിയുണ്ട്, അടുക്കള കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ಅಡಿಗೆ ರೂಮು ನೋಡಲಿಕ್ಕೆ ತುಂಬ ಚೆನ್ನಾಗಿದೆ, ಅಡಿಗೆ ರೂಮು ನೋಡಲಿಕ್ಕೆ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ഓക്കെ, നെക്സ്റ്റ് വൺ, അരി. ഇത് എങ്ങനത്തെ അരി, ഇത് എങ്ങനത്തെ അരി. നമ്മൾ പല അരി ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാറില്ലേ, പിന്നെ ഇത് എങ്ങനത്തെ അറിയാ
പറഞ്ഞിട്ട്. അപ്പോൾ അതേമാതിരി കന്നഡയിൽ പറയുന്നത് ഇത് ಯಾವ ಅಕ್ಕಿ, ಇದು ಯಾವ ಅಕ್ಕಿ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് നല്ല അരിയല്ലേ. ഇത് നമ്മൾ ചില അരി ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയും ഇത് നല്ല അരി തന്നെയാണോ, നല്ല അരിയല്ലേ ഇത്, അങ്ങനെ ചോദിക്കാറില്ലേ. അപ്പോൾ നല്ല അരിയല്ലേ പറയണത്. ಇದು ಅಕ್ಕಿ ಚೆನ್ನಾಗಿದೆಯಾ, ಇದು ಅಕ್ಕಿ ಚೆನ್ನಾಗಿದೆಯೋ ಇಲ್ಲೋ, ಅಕ್ಕಿ ಚೆನ್ನಾಗಿದೆಯಾ, ಇದು ಅಕ್ಕಿ ಚೆನ್ನಾಗಿದೆಯಾ. ಓಕೆ, നെക്സ്റ്റ് വൺ, തക്കാളി. ഇന്ന് തക്കാളി കറി വെച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ഇന്ന് തക്കാളി കറി വെച്ചിട്ടുണ്ട്. ಇವತ್ತು ಟೊಮ್ಯಾಟೊ ಹಣ್ಣು ಸಾರು ಮಾಡಿದ್ದೇವೆ. ಇವತ್ತು ಟೊಮ್ಯಾಟೊ ಹಣ್ಣು ಸಾರು ಮಾಡಿದ್ದೇವೆ. തക്കാളിക്ക് കേടുണ്ടല്ലോ. നമ്മൾ ചില നല്ല തക്കാളി ഉണ്ടാവും, ചിലത് നല്ല ഉണ്ടാവും, ചിലത് കേടായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ പറയും ഈ തക്കാളി നല്ല കേടാണല്ലേ, അങ്ങനെ പറയില്ലേ. അപ്പോൾ കന്നഡയിൽ പറയുന്നത് ഈ ടൊമാറ്റോ ഹണ്ണു ಹಾಳಾಗಿದೆ, ಈ ಟೊಮ್ಯಾಟೊ ಹಣ್ಣು ಹಾಳಾಗಿದೆ, അങ്ങനെ പറയാം. ಹಾಳಾಗಿದೆ ഇല്ലാಂದ್ರೆ ಕೊಳತ್ ಹೋಗಿದೆ, ഇതും പറയാം. ಹಾಳಾಗಿದೆ ഇല്ലെങ്കിൽ കൊളത്ത് ಹೋಗಿದೆ. ടൊമാറ്റോ ഹണ്ണു കൊളത്ത് ಹೋಗಿದೆ, ടൊമാറ്റോ ഹണ്ണു ಹಾಳಾಗಿದೆ. രണ്ടും രണ്ട് ഇതിൽ പറയാം. ഓക്കെ, രണ്ടിന്റെ മീനിങ്സ് വന്ന ഞാൻ അങ്ങനെ ಹಾಳಾಗಿದೆ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ പറയാ 10 വേർഡിന്റെ 10 ഞാൻ എന്താ പറയാ മീനിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മീനിങ്സ് എന്താ പറയുക നല്ല നിങ്ങൾക്ക് എന്താ പറയുക വേണമെങ്കിൽ നല്ല ഇതിൽ എഴുതി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, പഠിക്കാൻ ട്രൈ ചെയ്യുക. നല്ലൊരു കാര്യമാണ്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ചെടുത്തിട്ട് നമ്മളെ കർണാടകത്തെ ആൾക്കാർ കാണുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളെ കർണാടക സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ നമ്മളെ ഇവിടുന്ന് ആൾക്കാർ കുറേ മൂക്കാംബിക്ക അങ്ങനെയൊക്കെ ടൂർ പോകാറുണ്ട്. അപ്പം നമ്മൾ കുറേ ഫ്രണ്ട്സ് കിട്ടും, കുറേ ആൾക്കാരുണ്ടാവും, പരിചയപ്പെടും. അങ്ങനെ നമുക്ക് പല ഇതേമാതിരി സെൻറ്റൻസ് കൂട്ടി നമ്മൾക്ക് കുറേ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. നിങ്ങളെ അപ്പോൾ എനിക്ക് സപ്പോർട്ടായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.